Hello everyone, welcome to my channel. Hello guys. എവിടേക്ക് പോണം നമ്മള്? ഹന്നു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മേമയ്ക്ക് സാരി എടുക്കാൻ പോവാണ് ഗായ്സ് എന്നാണ് അവൾ പറഞ്ഞത്. അതായത് എനിക്ക് എൻ്റെ കല്യാണ സാരി എടുക്കാൻ പോവാണ്, അതായത് മന്ത്രകോടി സാരി. കല്യാണത്തിൻ്റെ ഒരു മെയിൻ ചടങ്ങ് തന്നെയാണ് മന്ത്രകോടി സാരി എടുക്കല്. അപ്പോൾ നമ്മൾ ഇന്ന് സാരി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കത് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. കറങ്ങാൻ പോവാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഹന്നു ഫ്ലാറ്റ് ആയിട്ടും നല്ല സുഖം ഉറക്കം. പോകുന്ന വഴിക്കാണെങ്കിൽ ആനേനെയും പിന്നെ JCB കണ്ടു. അതൊക്കെ ഹനുവിൻ്റെ ഫേവറേറ്റ് ആണെന്ന് കാണാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കിടന്നുറങ്ങിപ്പോയില്ലേ. അപ്പോൾ ഹനുവിന് അത് മിസ്സായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. നമ്മൾ സാരി എടുക്കാനായിട്ട് കുത്താമ്പളിയാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ബോർഡർ തന്നെയാണ് കേട്ടോ അത്. ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് എയർ ഹാൻഡ്ലൂംസിലാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ചെക്കൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചുമ്മാ ഇങ്ങനെയൊക്കെയാണ് സാരികളും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കയറി. അപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടുകാർ എത്തിക്കോളും. നമ്മളൊരു തരി നേരത്തെ എത്തിയത് കൊണ്ട് മമ്മിക്ക് കല്യാണത്തിന് എടുക്കാനൊക്കെ ഉള്ള സാരികളൊക്കെ നോക്കി തുടങ്ങി. അപ്പോഴേക്കും അവരൊക്കെ വന്നിട്ടോ. അടുത്തതായി എൻ്റെ സാരി എടുക്കുന്ന പരിപാടിയാണ്. ഞാനൊരു റൂബി പിങ്കും ഒരു ഗോൾഡ് ഷെയ്ഡ് വരുന്ന കളേഴ്സാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ട് പോയത്. അപ്പോൾ നമുക്ക് ആ കളേഴ്സിലുള്ള സാരികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ട്രയൽ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇരുന്നിട്ട് സാരി ഇങ്ങനെ ട്രയൽ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഞാൻ സാരി ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളിങ്ങനെ ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ സാരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഒരു ഡള്ളായ പോലെ. ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഈ സാരി. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസലാണ്. നെക്സ്റ്റ് ഇനി അടുത്ത സാരിയോട്ട് കിടന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൂബി പിങ്കും ഗോൾഡ് ഷെയ്ഡ് വരുന്ന കളേഴ്സാണ് ഞാൻ നോക്കി വെച്ച് വന്ന കളറുകളെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തൊരു റൂബി പിങ്ക് ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സാരി ഞാൻ എടുത്ത് നോക്കി. എനിക്കാണെങ്കിൽ പേസ്റ്റൽ കളേഴ്സിനോട് അത് ട്രെൻഡിങ് ആണെങ്കിലും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തത്. പക്ഷെ നമ്മൾ ഈ സാരി എടുത്തില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത സാരിയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ പിങ്കും ഗോൾഡും ഷെയ്ഡുള്ളൊരു സാരി കിട്ടി. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ പറഞ്ഞ കളേഴ്സും ഉണ്ട്, ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സംഭവമുണ്ട്. ട്രഡീഷണൽ ഒരു സാരി പോലെ എനിക്ക് തോന്നി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എടുക്കാനാണെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ സാരി എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് അടിക്കണേ. പക്ഷെ നമ്മൾ ഈ സാരി ക്യാൻസൽ ചെയ്തിട്ടു, ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത സാരിയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ 2-3 സാരിയൊക്കെ അവിടെ ട്രയൽ ചെയ്തു. കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ വേറെ കടകളിലോട്ട് പോയി. പിന്നെ അവിടെ ഇഷ്ടം പോലെ കടകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഒന്ന് കയറി നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറെ കടയിലോട്ട് പോയി. ഇപ്പോൾ അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു സാരി ട്രയൽ ചെയ്തു. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഡാർക്ക് കളറൊക്കെ ആണെങ്കിലും എനിക്ക് എന്തോന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതും ക്യാൻസൽ ചെയ്തു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ശിവറാം ടെക്സ്റ്റൈൽസിലാണ്. ഇതൊരു വലിയൊരു വീടാണ്. അവിടെ ഇഷ്ടം പോലെ സാരീസാണ്, ഇഷ്ടം പോലെ പറഞ്ഞാൽ അതുപോലെ സാരീസ് ഉണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പം ഞാൻ മന്ത്രകോടി എടുത്തത് ഈ കടയിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഗോൾഡും റൂബി പിങ്ക് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ സാരി എടുത്ത കളർ ഒരു ഡിഫറെൻറ്റ് കളറാണ്. ഞാൻ ആ കളറ് ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കളറാണ്. പക്ഷേ എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ് അതിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ആ സാരി മെയിനായിട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കുള്ള സാരി നോക്കുകയാണ്. എൻ്റെ ചേച്ചിമാർ 2 പേരും ഇവിടെ നിന്ന് സാരി എടുത്തത്. ഞാനിവിടെ തന്നെ എടുത്തു. പിന്നെ 2-3 സാരികൾ എക്സ്ട്രാ എനിക്കുള്ളത് ഇവിടെ തന്നെ എടുത്തത്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് സാരി കിട്ടും. നല്ലോണം നോക്കി എടുക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും സാരി നോക്കുകയാണ്. ഞാൻ എൻ്റെ മന്ത്രകോടി എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയി. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ മമ്മിയും ചേച്ചിയും മമ്മിയൊക്കെ സാരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹന്നുമായിട്ടൊക്കെ ചുമ്മാ അങ്ങനെ കളിച്ച് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് ഞങ്ങളുടെ അപ്പുറത്തെ പരിപാടി.
അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാണ് സാരി കിട്ടാനായിട്ട്. മന്ത്രകോടിയുടെ നൂല് കൊടുത്തു, പിന്നെ സാരി കെട്ടാൻ കൊടുത്തു. അപ്പോൾ ആ സാരി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ സാരി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാനായിട്ട്. അത്യാവശ്യം സമയമായിട്ടുണ്ട്, ഉച്ചയായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ കടയാണ് കണ്ടത് ഒരെണ്ണം. അപ്പോൾ കണ്ട വിശന്നല്ലാണ്ട് വിശന്നിരിക്കണ കാരണം വേറെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കയറി. എല്ലാവരും ഓരോ ബിരിയാണി പറഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു ഗെയിം കണ്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എളുപ്പമൊന്നുള്ള സംഭവം കിട്ടാൻ. ഈ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ സംഭവം, ഈ വടി പോലെ സംഭവം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യാണ്ട് കൊണ്ടുവരണം. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 2-3 കടകളിലൊക്കെ കയറിയിട്ടാണ് മമ്മിക്കുള്ള സാരിയൊക്കെ എടുത്തത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും ഉച്ച തിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ സെയിം കടയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവിടെ വേറെ കടകളൊന്നും ഇല്ല. അത് കാരണം നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്തേക്ക് നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിച്ചേ. ഹനുവിന് എന്തിട്ട് വേണ്ട കഴിക്കാൻ? ഇല്ല, കുഴിമാമ വേണ്ട, ഷവർമ്മ മാമൻ മതി. മമ്മ കുഴിമമ്മയും ഷവർമ്മയും. കുഴിമന്തി ഷവർമ്മ എന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? ഷവർമ്മ, ബിരിയാണി, കുഴിമന്തി, അൽഫാം. അങ്ങനെ കുറച്ചു നേരത്തെ ഡിസ്കഷന് ശേഷം ഷവർമ്മ, കുഴിമന്തിയും അൽഫാം അങ്ങ് വാങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.